ജനുവരി 12/7/21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയെപ്പോലെ നിരഹങ്കാരിയും നിഷ്കാമ സേവാധാരിയും ആരും തന്നെയില്ല. മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദം കുട്ടികൾക്ക് നൽകിയ ശേഷം സ്വയം വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്നു. ചോദ്യം: ബാബയുടെ ഏതൊരു സന്ദേശം നിങ്ങൾ മുഴുവൻ വിശ്വത്തിനും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്? ഉത്തരം: എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ്റെ കുട്ടികളാണ്. നിങ്ങൾ ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. നിങ്ങൾ സുഖദാതാവായ ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്നിനെ ഫോളോ ചെയ്യൂ. എങ്കിൽ പകുതി കൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് പോകും. ഈ സന്ദേശം സർവർക്കും നൽകണം. ആരാണോ ഈ സന്ദേശം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നത്, അവർ 21 ജന്മത്തേക്ക് മായയുടെ അബോധ അവസ്ഥയിൽ നിന്നും മോചിതരാകും. ഗീതം: നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അത് ആത്മാക്കളായ നമ്മുടെ പിതാവാണ്. മുഖ്യമായത് ആത്മാവാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മുടെ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുന്നു. നിങ്ങളുടെ സോൾ സുപ്രീം സോളിൻ്റെ മുന്നിലിരിക്കുന്നു. നിങ്ങൾക്ക് തൻ്റേതായ ശരീരമുണ്ട്. ഈ ഒന്നിന് ലോൺ എടുത്ത ശരീരമാണ്. ഗുരുക്കന്മാർ മനുഷ്യരെ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. ഭക്തിമാർഗത്തിലെ അനേകം ഗുരുക്കന്മാരുണ്ട്. ഭാരതത്തിലാണെങ്കിൽ സ്ത്രീ തൻ്റെ പതിയെ ഗുരുവായും ഈശ്വരനായും മനസ്സിലാക്കുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ കുട്ടികളാണല്ലോ. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് വീണ്ടും നേടുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സദ്ഗതി നേടേണ്ടതുണ്ട്. ഈ നിശ്ചയം ഉണ്ടല്ലോ. മുഴുവൻ ലോകവും ദുർഗതിയിലാണ്, പതീതമാണ്. പാവനമാകുന്നതിനായി വിളിക്കുന്നു. ഭാരതത്തിൽ എത്ര അനേകം ഗുരുക്കന്മാരുണ്ട്. ചിലർക്ക് 100 ഫോളോവേഴ്സ്, ചിലർക്ക് 500, ചിലർക്ക് 50 കാണും. ചിലർക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടായിരിക്കും. ഖോജകളുടെ ആഗാഖാൻ ഗുരുവിനെ പോലെ. ആ ഒന്നിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എത്ര പേർ ആ ഒന്നിന് റിഗാർഡ് നൽകുന്നു? എന്തു തന്നെ ചെയ്യുന്ന ആളായാലും ആ ആൾക്ക് എത്ര മാന്യതയുണ്ട്? ഭക്തിമാർഗത്തിൽ അനേകം ഗുരുക്കന്മാരുണ്ട്. പിന്നെ അവരും നമ്പർ വൈസാണ്. ചിലരുടെ സമ്പാദ്യം പദമങ്ങളുടേതായിരിക്കും. ആഗാഖാന് വളരെയധികം സമ്പാദ്യമുണ്ട്. വജ്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൂക്കം നടത്തി ദാനം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക്. ഒരു ഭാഗത്ത് വജ്രങ്ങൾ, മറുഭാഗത്ത് അവരുടെ ഗുരു. വജ്രങ്ങൾ ദാനം ചെയ്യുന്നു. എത്ര വജ്രങ്ങളുണ്ടാകും? ഈ കാലത്ത് സ്വർണം കൊണ്ടും വളരെ പേർ തുലാഭാരം നടത്തുന്നു. മറ്റൊന്നാണ് പ്ലാറ്റിനം. അത് സ്വർണത്തേക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ളതാണ്. അതിൻ്റെയും തുലാഭാരം നടത്തിയിരുന്നു. ഗുരുവിൻ്റെ പദവി നോക്കൂ, എത്രയാണുള്ളത്. ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ അനേകമുണ്ട്. ഇപ്പോൾ ഈ സദ്ഗുരുവിന് നിങ്ങൾ എന്ത് നൽകും? ആ ഒന്നിൻ്റെ തുലാഭാരം നടത്തുമോ? വജ്രങ്ങളുടെ തുലാഭാരം നടത്തുമോ? ആ ഒന്നിൻ്റെ തുലാഭാരം സാധ്യമാണോ? ആ ഒന്നിന് സ്വയമേ ഭാരമില്ല. ശിവബാബയാണെങ്കിൽ ബിന്ദുവാണ്. ആ ഒന്നിൻ്റെ എന്ത് തുലാഭാരം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും? നിങ്ങളുടെ ഈ ഗുരു എത്ര വണ്ടർഫുള്ളാണ്. ഏറ്റവും ഭാരരഹിതമാണ്. തീർത്തും സൂക്ഷ്മമാണ്. നിങ്ങളുടെ ഗുരു ഒന്നാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ ദാതാവാണ്. ഭഗവാന് ഒരിക്കലും വാങ്ങുവാനാകില്ല. ആ ഒന്ന് നൽകുകയാണ് ചെയ്യുന്നത്. ഈശ്വരാർത്ഥം ദാനം എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കും. കാമന വയ്ക്കുന്നു. ഇപ്പോൾ ഇതാണെങ്കിൽ പരിധിയില്ലാത്ത പിതാവാണ്. ഈ ഒന്നിനെ പോലെ നിഷ്കാമ സേവനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല.
നിഷ്കാമ സേവനവും എങ്ങനെയുള്ളതാണ്? കുട്ടികളെ വിശ്വത്തിൻ്റെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നു. ബാബ സ്വയം വിശ്വത്തിൻ്റെ അധികാരി ആകുന്നില്ല. ആ ഒന്നിനെ പറയുന്നത് സുഖത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം, പവിത്രതയുടെ സാഗരം എന്നാണ്. കുട്ടികൾക്ക് ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരേ ഒരു ബാബയിൽ നിന്നാണ് നിങ്ങൾക്ക് ജീവൻ മുക്തി ലഭിക്കുന്നത്. ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. നിശ്ചയം നടത്തി അത്ര തന്നെ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ഈ ഒന്നിനെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരം എന്നാണ്. മുഴുവൻ സാഗരത്തെയും മഷിയാക്കിയാലും മുഴുവൻ വനത്തെയും പേനയാക്കിയാലും അവസാനം ഉണ്ടാകുന്നില്ല. നിങ്ങൾ തുടക്കം മുതൽ എഴുതിയിരുന്നു എങ്കിൽ നിങ്ങളുടെ അനേകം പുസ്തകങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഈ നോളജ് ആണെങ്കിൽ വളരെ വാല്യുബിളാണ്. അത് ധാരണ ചെയ്യുവാനുള്ളതാണ്. ഇത് പരമ്പരാഗതമായി നടക്കുന്നതല്ല എന്നറിയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സാരം ലഭിക്കുന്നു. ബാബ വന്ന് കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. അതുതന്നെ ധാരാളം. ബാബയുടെ പരിചയം നൽകുന്നതിലൂടെ, രചയിതാവിനെ അറിയുന്നതിലൂടെ രചനയുടെയും ജ്ഞാനം വരുന്നു. ബുദ്ധി പറയുന്നു, ആരാണോ സത്യയുഗത്തിൽ വന്നിട്ടുണ്ടാവുക അവർക്ക് പുനർജന്മം കൂടുതൽ ഉണ്ടായിരിക്കും. ചക്രത്തിലും ആരാണോ ആദ്യം വന്നിട്ടുണ്ടാവുക അവർ തന്നെ വരും. ഈ ചക്രത്തെയും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഗീതവും കേട്ടു. നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. അവരാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി തീർത്ഥയാത്രകളും മറ്റും ചെയ്തു വന്നു. ഇത് നിങ്ങളുടെ കേവലം ഒരു ജന്മത്തെ യാത്രയാണ്. ഈ ആത്മീയ യാത്രയിൽ അല്പം പോലും ബുദ്ധിമുട്ടില്ല. ജ്ഞാനം നൽകുന്നവൻ ഒരേ ഒരു സദ്ഗുരുവാണ്. സദ്ഗതി ആരുടേതും ഉണ്ടാകുന്നില്ല. ആ ഒന്ന് സുപ്രീം ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. ബാക്കി എന്ത് വേണം? തത്വവും സതോ പ്രധാനമാകുന്നു. ഇവിടെ തമോ പ്രധാനമാണ്. അപ്പോൾ വായുവും മറ്റും അതേപോലെ തന്നെ തമോ പ്രധാനമാകുന്നു. എത്ര എർത്ത് ക്വേക്കും മറ്റും ഉണ്ടാകുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ദുഃഖം നൽകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരിക്കില്ല. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. നിങ്ങൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ആർക്കും ദുഃഖം നൽകുവാൻ പാടില്ല. എല്ലാവർക്കും സുഖത്തിൻ്റെ സമ്പത്ത് നേടാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് സുഖം തന്നെ നൽകേണ്ടതുണ്ട്. ബാബ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് വേണ്ടി ഇങ്ങനെ സുഖം നൽകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേര് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കറിയാം, ബാബയിൽ നിന്നും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നേടുന്നതിന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ സ്റ്റുഡൻസ് ആണല്ലോ. ശിവ് ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സുഖം നേടുന്നു. അപ്പോൾ എല്ലാ ദുഃഖവും ദൂരെയാകും എന്നത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ബാബ നമുക്ക് സഞ്ജീവനി ഔഷധം നൽകുന്നു, സുബോധമുള്ളവർ ആകുന്നതിന് വേണ്ടി. പിന്നെ 21 ജന്മം ഒരിക്കലും അബോധാവസ്ഥയിൽ ആകില്ല. ആ സഞ്ജീവനി ഔഷധമാണ് മന്മനാഭവ. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ആ ഒന്നിനെ നിരാകാരമെന്നും നിരഹങ്കാരിയെന്നും പറയുന്നു. ഏത് ശരീരത്തിലാണോ വരുന്നത് ആ ഒന്നും സാധാരണമാണ്. ബാബ പറയുന്നു, ഡിയർ ചിൽഡ്രൻ, ഐ ആം യുവർ ഒബീഡിയൻറ്റ് ഫാദർ. വലിയ വ്യക്തി എപ്പോഴും ഇങ്ങനെ എഴുതുന്നു, ഐ ആം ഒബീഡിയൻറ്റ് സെർവൻറ്റ് എന്ന്. സ്വയം ശ്രീ എന്ന് ഒരിക്കലും എഴുതില്ല. ഇക്കാലത്താണെങ്കിൽ ശ്രീ ശ്രീ ഇന്നയാൾ എന്നെഴുതുന്നു. സ്വയമേ തന്നെ ശ്രീ ശ്രീ എന്നെഴുതുന്നു. ആ ബാബ നിരാകാരിയും നിരഹങ്കാരിയുമാണ്. ഇപ്പോൾ നിങ്ങൾ ആ ഒന്നിൻ്റെ മുന്നിലിരിക്കുന്നു. അത് നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ് എന്നത് അറിയുന്നുണ്ട്. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിലെ അനേകം ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാർക്കും ഗുരുവുണ്ട്. ഇദ്ദേഹത്തിന് ഗുരുവൊന്നുമില്ല. ഈ ഒന്ന് സത് ബാബയും സത് ടീച്ചറും സദ്ഗുരുവുമാണ്.
നിങ്ങൾക്കറിയാം, ആത്മാവ് തന്നെയാണ് സംസ്കാരം ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബയും ആത്മാവാണല്ലോ. ആ ഒന്നിലും ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ഗുണം വേറെയാകുന്നു. ഈ സമയം ഏതൊരു ഗുണം നിങ്ങളിലുണ്ടോ അത് തന്നെ ബാബയുടേതാണ്. പിന്നെ സത്യയുഗത്തിൽ നിങ്ങളുടേത് ദൈവിക ഗുണമാകും. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. കൃഷ്ണന്റെ മഹിമ വേറെയാണ്. ശിവ് ബാബയെ 16 കലാസമ്പൂർണം എന്ന് പറയാൻ കഴിയില്ല. ആ ഒന്നാണെങ്കിൽ സ്ഥിരം തന്നെയാണ്. ബാബ പറയുന്നു, ഈ ടൈറ്റിൽ നിങ്ങൾക്ക് എനിക്ക് നൽകുവാൻ സാധിക്കില്ല. പിന്നീട് സർവഗുണസമ്പന്നം ആകുന്നതിനായി ഞാൻ വികാരിയാകുന്നതൊന്നുമില്ല. ഇവരെ പോലെ എൻ്റെ മഹിമ എങ്ങനെ ചെയ്യും? ഈ നോളജ് ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ കേട്ടത് അവർ തന്നെ വരും. വന്ന് ബാബയിൽ നിന്നും കേൾക്കും, ബാബയെ ഓർമ്മിക്കും. പിന്നീട് നിലവിളിച്ച് കരയുന്നു. പിന്നെ ജയ ജയ ഘോഷമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ യാത്രയുടെയും രഹസ്യം മനസ്സിലാക്കി. ഈ യാത്രയിലൂടെ പിന്നെ നിങ്ങൾ ഒരിക്കലും മൃത്യുലോകത്തിലേക്ക് മടങ്ങുന്നില്ല. ആ യാത്രകളിൽ നിന്നും വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരുന്നു. എത്ര മനുഷ്യർ സ്നാനം ചെയ്യുന്നതിനായി പോകുന്നു. ഭക്തിയുടെ വിസ്താരം നോക്കൂ, എത്രയാണുള്ളത്. വൃക്ഷം എത്ര വലുതും അളവറ്റതുമാണ്. ബീജമാണെങ്കിൽ തീർത്തും ചെറുതായിരിക്കും. അതേപോലെ ഭക്തിക്കും എത്ര വിസ്താരമാണുള്ളത്. ജ്ഞാനത്തിൽ ഒന്ന് മുങ്ങുന്നത് പോലും സദ്ഗതി ഉണ്ടാക്കുന്നു. ഭക്തിയിൽ ഇറങ്ങി ഇറങ്ങി പകുതി കൽപ്പമെടുക്കുന്നു. ഇവിടെ നിങ്ങൾ പടി കയറുന്നതിൽ 1 സെക്കൻഡ് എടുക്കുന്നു. ലിഫ്റ്റ് എത്ര നല്ലതാണ്. താഴെ നിന്നും പൂർണ്ണമായും മുകളിൽ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനെ പറയുന്നത് കയറുന്ന കല സർവരുടെയും നന്മ എന്നാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബ തന്നെയാണ്. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും വ്യത്യാസം കണ്ടു. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നാണല്ലോ. സന്യാസിമാരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, വൈരാഗ്യം 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് പരിധിയുള്ള വൈരാഗ്യം, അതിലൂടെ സദ്ഗതി ഒന്നും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തേതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം, അതിലൂടെ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. ഇപ്പോൾ സദ്ഗതിക്ക് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാകാനുള്ള ശ്രീമതി ലഭിക്കുന്നു. ഇപ്പോൾ ശ്രേഷ്ഠ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീമത്തിലൂടെ. ഈ ഭ്രഷ്ടലോകം രാവണന്റെ മതത്തിലൂടെ ഉണ്ടായതാണ്. നമ്മൾ ശ്രേഷ്ഠമായി കൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ലോകം തീർത്തും അറിയുന്നില്ല. നിങ്ങളെക്കുറിച്ച് പറയുന്നു, ഈ ബ്രഹ്മകുമാരിമാർ വിനാശം ചെയ്യിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ വിനാശം നടക്കുക തന്നെ വേണം. ഇതിലൂടെ തന്നെയാണ് മംഗളം ഉണ്ടാകേണ്ടത്. മംഗളകാരിയായ ബാബ വരുന്നു. അപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്നു. പറയും, നമ്മൾ പറഞ്ഞിരുന്നില്ലേ ബ്രഹ്മകുമാരിമാർ വിനാശം ചെയ്യിക്കുമെന്ന്. തീർച്ചയായും വിനാശം ഉണ്ടാവുക തന്നെ വേണം. പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. നമ്മൾ പുതിയ ലോകം സ്ഥാപിക്കുന്നു. പഴയതിനു ശേഷം പുതിയത് തീർച്ചയായും ഉണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ വിനാശം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെയാണ് ഭാരതത്തിൽ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നത്. എന്നാൽ ലോകത്തുള്ളവർ എങ്ങനെ മനസ്സിലാക്കും? മുന്നോട്ട് പോകവേ വളരെയധികം മനസ്സിലാക്കും. ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോൾ പഴയ ലോകം മുഴുവൻ സ്വാഹയാകുന്നു. നിങ്ങളുടെ ഈ യജ്ഞമാണെങ്കിൽ വണ്ടർഫുള്ളാണ്. അതിൽ ആഹൂതി ആകേണ്ടതുണ്ട്. ഇതും നിങ്ങൾ അറിയുന്നു, മറ്റാരും അറിയുന്നില്ല. പാണ്ഡവരുടെ വിജയം ഉണ്ടാകേണ്ടതുണ്ട്. ബാക്കി പാണ്ഡവരായ നിങ്ങൾ അവശേഷിക്കുന്നു. പിന്നെ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. ഈ നോളജ് വളരെ വണ്ടർഫുള്ളാണ്. സർവരുടെയും ദുഃഖം ഹരിക്കുന്നവനും സുഖം നൽകുന്നവനും സദ്ഗതി നൽകുന്നവനും ഒരേ ഒരു ബാബയാണ്. എത്ര മധുരമായ, എത്ര പ്രിയപ്പെട്ട ബാബയാണ്. ഇങ്ങനെ പറഞ്ഞു വന്നു, മധുരമായ ബാബ, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ അങ്ങയിൽ നമ്മൾ അർപ്പണമാകും. എൻ്റേത് താങ്കൾ, രണ്ടാമതായി ആരുമില്ല. ഇതിൻ്റെ അർത്ഥം
വീടും കുടുംബവും ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കണം എന്നല്ല, അങ്ങനെയല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. 7 ദിവസത്തെ കോഴ്സ് എടുത്ത് പിന്നെ എവിടെയും പോയിക്കൊള്ളൂ. മന്മനാഭവ. ബാബയെ ഓർമ്മിക്കണം, സമ്പത്ത് നേടണം. ഇത്രമാത്രം. ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഇതിലൂടെ തന്നെയാണ് തോണി അക്കരയാകുന്നത്. ഇതും നിങ്ങൾക്കറിയാം. പവിത്രമായിരിക്കണം. മോശമായ ഭക്ഷണമൊന്നും കഴിക്കരുത്. മുരളി ലഭിക്കുക തന്നെ ചെയ്യുന്നു. ഒരു സമയത്ത് മുരളി പോലും ലഭിക്കുകയില്ല. ആപത്തുകൾ വരും, കോലാഹലങ്ങളും മറ്റും ഉണ്ടാകും. അപ്പോൾ മുരളി ലഭിക്കുകയില്ല. നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അത് അവശേഷിക്കില്ല, എല്ലാം ഭസ്മമായി പോകും. പ്രളയം ഉണ്ടാകുന്നില്ല. ലോകമാണെങ്കിൽ ഒന്നേ ഉള്ളൂ, പുതിയത് തന്നെ പഴയതാകുന്നു. ന്യൂ വേൾഡ്, ഓൾഡ് വേൾഡ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് ഓൾഡ് വേൾഡ് ആണെന്ന് പറയാം. ബാക്കി അല്പം സമയമാണുള്ളത്. അവർ പറയുന്നു കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണ് എന്ന്. കലിയുഗത്തെക്കുറിച്ച് പറയുന്നു 40,000 വർഷം ബാക്കിയുണ്ട്. വാസ്തവത്തിൽ 5000 വർഷത്തിൻ്റെ ചക്രമാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. മനുഷ്യനാണെങ്കിൽ തീർത്തും കല്ല് ബുദ്ധിയാണ്. ആക്ടേഴ്സ് ആയിരുന്നിട്ടും ഡ്രാമയുടെ ക്രിയേറ്ററിനെ, ഡയറക്ടറിനെ അറിയുന്നില്ലെങ്കിൽ അവരെ എന്തു പറയും? വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെ റിപ്പീറ്റ് ആകുന്നു, ഇത് അറിയേണ്ടതാണല്ലോ. ആരാണോ നല്ല രീതിയിൽ അറിയുന്നത്, ബുദ്ധിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ധാരണ ചെയ്യിക്കുന്നത്, അവർ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നു. ബാബ പറയുന്നു, ഏത് നോളജാണോ എന്നിലുണ്ടായിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഭക്തിമാർഗത്തിലും പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് തൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും പരിചയം നൽകുന്നു. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. ഞാൻ വരുന്നത് തന്നെ ഒരു തവണയാണ്, തൻ്റെ പരിചയം നൽകാനും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിക്കാനുമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബയ്ക്ക് സമാനം ഒബീഡിയൻ്റ് ആകണം. ഒരിക്കലും ഏതെങ്കിലും കാര്യത്തിൽ തൻ്റെ അഹങ്കാരം കാണിക്കുവാൻ പാടില്ല. നിരാകാരിയും നിരഹങ്കാരിയുമായി ഇരിക്കണം. അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി നിശ്ചയബുദ്ധിയായി ശ്രീമതനുസരിച്ച് നടക്കണം. ആത്മീയ യാത്രയിൽ ഇരിക്കണം. വരദാനം. വ്യക്തത്തിൽ ഇരിക്കുമ്പോഴും അവ്യക്ത ഫരിസ്താരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന വെള്ള വസ്ത്രധാരിയും വെള്ള പ്രകാശധാരിയുമായി ഭവിക്കട്ടെ. ഈ വെള്ള വസ്ത്രധാരികൾ ആരാണ്, എവിടെ നിന്നും വന്നിരിക്കുകയാണ് എന്ന ശബ്ദം ഇപ്പോൾ 4 ഭാഗത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ 4 ഭാഗത്തും ഫരിഷ്ത രൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. ഇതിനെയാണ് ഡബിൾ സേവയുടെ രൂപം എന്ന് പറയുന്നത്. എങ്ങനെയാണോ മേഘങ്ങൾ 4 ഭാഗത്തും പരക്കുന്നു, അതുപോലെ 4 ഭാഗത്തും ഫരിഷ്ത രൂപത്തിലൂടെ പ്രകടമാകൂ. എവിടെ നോക്കിയാലും ഫരിഷ്ത തന്നെ കാണപ്പെടട്ടെ. എന്നാൽ ഇതുണ്ടാകുന്നത് ശരീരത്തിൽ നിന്നും ഡിറ്റാച്ചായി അന്തർവാഹക ശരീരത്തിലൂടെ ചക്രം കറങ്ങുന്നതിൻ്റെ അഭ്യാസി ആകുമ്പോഴാണ്. മനസ്സ പവർഫുൾ ആകുമ്പോഴാണ്. സ്ലോഗൻ. സർവ ഗുണങ്ങളുടെയും സർവ ശക്തികളുടെയും അധികാരി ആകുന്നതിനായി ആജ്ഞാകാരിയാകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം.
ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ആത്മസ്ഥിതി സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ബിന്ദുരൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തിസാഗരനായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായിരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ, ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്ക് ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.